ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂരാരുടെ സ്വന്തം മീൻ മുളകിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ കണ്ണൂരാരെല്ലാവരും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. അളവിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ഇടുന്നത്. കുറച്ച് സ്പെഷ്യലാണിത്, കാരണം നമ്മളിതിൽ കുടംപുളി ഒന്നും ചേർക്കുന്നില്ല. അപ്പം കണ്ണൂർക്കാരുടെ മീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ഉണ്ടെങ്കിൽ 1.5 തക്കാളി എടുക്കുക, ചെറുതാണെങ്കിൽ 2 എടുക്കുക. അതേപോലെ തന്നെ ഒരു പച്ചമുളക് ഉണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു സവാളയുടെ 1/4 ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് അയല വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെയാണ് മത്തി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പുകൂടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ കറിയിൽ സവാളയൊക്കെ ഭയങ്കര കുറവേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെയല്ല വേറെ ഏതെങ്കിലും ടൈപ്പിൽ കണ്ണൂർക്കാർ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഉമ്മ അരിഞ്ഞെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ പുളിയാണ് എടുക്കുന്നത്. അതൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമുക്കൊരു കുറച്ച് വെള്ളത്തിലൊരു 1/4 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്, അല്ലാതെ കുടംപുളി ചേർക്കുന്നില്ല. ഇത് നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളർ ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാല ഒന്ന് വറുത്തെടുക്കുക. നല്ലപോലെ മസാല വെന്ത് കിട്ടണമെന്നാൽ മാത്രമേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുപോലെ അടിയിൽ പിടിക്കാനും പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞിട്ടുള്ള ആ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വെള്ളം നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ച് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ആവുക. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കുക, കാരണം ചട്ടി ആയതുകൊണ്ട് മുമ്പ് മൺചട്ടിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ തീ നമ്മൾ കുറച്ച് വെച്ചാൽ മതി, നല്ല ചൂടുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതിൽ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് മേലെ ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെ ആക്കരുത്. അപ്പം ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അയല മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് തിളച്ച് വരുമ്പോൾ വേണം നമ്മളിതിൽ മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. സ്പൂണിട്ട് ഇളക്കി മറിക്കരുത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ തുറന്നെടുത്ത് വേണം വേവിക്കാനായിട്ട്, എന്നാലേ നന്നായിട്ട് തിക്കായിട്ടുള്ള നമുക്ക് ഗ്രേവി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് തീയങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പം തന്നെ ഇതൊന്ന് അടച്ച് വെക്കണം, എന്നാൽ മാത്രമേ നല്ല പോലെ ആ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതെന്നിട്ട് വിളമ്പാനായിട്ട്.
ദേ നമ്മൾ അടിപൊളിയായിട്ടുള്ള മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഒറോട്ടിക്കാണ്, നമ്മൾ കണ്ണൂരുകാർക്ക് ഒറോട്ടി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒറോട്ടിയുടെ കൂടെയും നമ്മുടെ കണ്ണൂർ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ തലേന്ന് ഉണ്ടാക്കി വെച്ച് മീൻകറി വെച്ച് പിറ്റേന്ന് പൊറോട്ട കഴിക്കാൻ പറഞ്ഞൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. മത്തിയായാലും അയലയായാലും ഒന്നും കുഴപ്പമില്ല, ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകണ്ട. അപ്പോൾ അതേപോലെ തന്നെ കണ്ണൂർ ആരെങ്കിലും വേറെ രീതിയിൽ മീൻകറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വേറൊരു ടൈപ്പ് മീൻകറിയും കൂടെ ഇടുന്നുണ്ട്, എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.